ഹായ്, എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഞാനൊരു ക്വസ്റ്റ്യന് മറുപടി ആയിട്ടാണ് വന്നത്. അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഫിസിക്കൽ യൂണിയൻ 3D അത്ര തന്നെ 5D പോലെ ഇമ്പോർട്ടൻ്റ് അല്ലേ, ഫിസിക്കൽ യൂണിയൻ ഉണ്ടാവും എന്നുള്ളത്. അതിന് ഞാൻ ഒരിക്കലും ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ പോവുകയാണ്. അപ്പം പറയാനുള്ളത് ഇതാണ്. അതായത് നമ്മൾ 3Dന്ന് 5Dയിലേക്കുള്ളൊരു യാത്രയാണ് ഈ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ നിൽക്കുന്ന ഒരു ഡയമെൻഷനിൽ നിന്ന് മാറി ചിന്തിക്കുക, മറ്റൊന്നിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ 3D തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് 3Dയിലുള്ള പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നീഡിൽ പെട്ടത് തന്നെയാണ് ഫുഡും വെള്ളമൊക്കെ പോലെ തന്നെ സെക്സും. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കുക. ഇത് സെക്സ് തന്നെ വേണമെന്നില്ല. നമുക്കൊരു ഫിസിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രേവിങ്, ആ ഫിസിക്കലായിട്ട് ആ പേഴ്സൻ്റെ ഒരു പ്രസൻസ്, ഇതൊക്കെ നമ്മളെല്ലാവരും ക്രേവ് ചെയ്യും. ഇനീഷ്യൽ സ്റ്റേജിൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ കുറച്ച് അധികമാണ് ഈ ക്രേവിങ്. കാരണം പെട്ടെന്നൊരു ലവ് ബോംബ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നത്. യൂഷ്വലി നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന അതേ അവസ്ഥ തന്നെയാണ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്, പല സമയങ്ങളിലും നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് തെറ്റിദ്ധരിക്കുന്നത് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിനെയാണ്. അത് അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും നമുക്കൊരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, നമ്മളൊരു ഇന്നർ സോളിനെ മനസ്സിലാക്കുക, നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. അപ്പം യൂഷ്വലി നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ സെപ്പറേഷൻ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ആക്ച്വലി യൂണിയനാണ്. കോൺട്രാഡിക്ടറി ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ അതാണ് സത്യം. കാരണം നമുക്ക് ഈ അടുത്തൊരാൾ നിൽക്കുമ്പം നമുക്ക് അയാളുമായിട്ട് മെർജ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ അയാളും ഞാനും തമ്മിലുള്ള സിമിലാരിറ്റീസ്, റിസംബ്ലൻസ് ഒന്നും വീണ്ടും വീണ്ടും ലയിപ്പിക്കുക, ഇതൊക്കെ സോൾമേറ്റ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ 3D ലെവൽ ഓഫ് റിലേഷൻഷിപ്പിലും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ തന്നെയാവുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മെർജിങ്, അതായത് ഞാൻ അറിയാതെ അയാളുടെ എബിലിറ്റീസിനെയും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെയാണ് അയാളിൽ കണ്ട പോസിറ്റീവ് എന്നുള്ളതും അയാളുടെ നെഗറ്റീവിനെ മിറർ ചെയ്യുകയും, അത് ഞാൻ തന്നെ എൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയുണ്ട് അത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവ്സ് അല്ലേ ആ കാണുന്നത്, അതിന് വേണ്ടിയിട്ട് അതിനെങ്ങനെ ഞാൻ പോളിഷ് ചെയ്ത് മാറ്റിയെടുക്കാം, അത് അവിടെ റെസംബിൾ ആവും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നതും ഒക്കെ ഈ സെപ്പറേഷൻ പീരീഡിലാണ്. എസ്പെഷ്യലി നമ്മൾ മെർജിങ് എന്ന് പറയും, ഒരു വൺനെസ്സിലേക്ക് മാറുക ഈ സെപ്പറേഷനിലാണ്. ആക്ച്വലി ട്വിൻ ഫ്ലെയിം യൂണിയന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ സെപ്പറേഷൻ. കാരണം നമ്മൾ ട്വിൻ ഫ്ലെയിം സെപ്പറേഷന്, അതായത് 3D സെപ്പറേഷൻ, ട്വിൻ ഫ്ലെയിം 5D യൂണിയൻ ആണ് ആക്ച്വലി. അപ്പം നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഈസ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ. യൂഷ്വലി ഉള്ളതിനേക്കാളും 4 ഇരട്ടി 5 ഇരട്ടിയോ നമുക്ക് ഈ പെയിൻ അനുഭവപ്പെടാം. കാരണം അത്രയും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഇങ്ങോട്ട് പുറത്തേക്ക് വരുള്ളൂ. നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മൾ ഇതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതിലേക്കും നമ്മളുടെ പല ഇൻട്രസ്റ്റുകളെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നതും, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻഡൽജ് ചെയ്യാൻ വേണ്ടി പോകുന്നതും, പിന്നെയാണ് നമ്മൾ അത് നമ്മുടെ ഗോളുമായിട്ടും സോൾ പർപ്പസസുമായിട്ടൊക്കെ അലൈൻഡ് ആവുന്നതും, മുന്നിലേക്ക് പോകുന്നതും, നമ്മൾ ഭയങ്കര പൊട്ടൻഷ്യൽ ആവുന്നതും. പിന്നെ ഒരു സമയത്ത് ഇയാളുടെ ഇമ്പോർട്ടൻസ്, അതായത് ഫിസിക്കൽ ഇമ്പോർട്ടൻസിന് യാതൊരു പ്രസക്തി ഇല്ലാണ്ടാവും. എന്നാലും ചില സമയത്ത് ക്രേവിങ് ഉണ്ടാവും. അത് നമ്മൾ പാച്ചപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ഔട്ട് ചെയ്യുക. നമ്മൾ എത്രമാത്രം ഹീൽ ചെയ്യാനുണ്ടോ അത്രമാത്രം ക്രേവിങ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് തുടക്കത്തിലാണ് ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഇത്രയും സെപ്പറേഷൻ പ്രയാസം ഉണ്ടാക്കുന്നതൊക്കെ. പിന്നെ നമുക്ക് ഇതൊരു ഹെൽത്തി പാറ്റേൺ ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഭയങ്കര നമ്മുടെ സോൾ ജേണിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളിപ്പം 5Dയിൽ 3Dയിൽ നിന്നുകൊണ്ട് നമുക്ക് 5Dയെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറലവൻ്റ് ആയിരിക്കും പല സമയത്തും. നമുക്ക് 3Dയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് എന്നുള്ള പാറ്റേണിലൂടെ ഇതിനെ കാണുക. നിങ്ങൾ എന്തായാലും ലോ ഓഫ് അട്രാക്ഷനും പല സാധനങ്ങളും, ഹീലിംഗ് മെത്തേഡും, ട്രോമ ഹീലിംഗ്, അയാളെ പേഴ്സൺ കമ്മിങ് ബാക്ക് എന്നുള്ള അഫർമേഷൻസ്, സബ്ലിമിനൽ, ഇതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ടും
നിങ്ങൾക്ക് ഇത് വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ എത്ര എൻഹാൻസ് ചെയ്യുന്നോ, നിങ്ങൾ എത്ര പോളിഷ് ചെയ്യുന്നോ, അത്രയും വേഗം ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അയാളിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അഥവാ ഇല്ലെങ്കിലും നിങ്ങളത് ബാധിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നൊന്നും തോന്നില്ല. അതൊരു പീരീഡിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങൾ അത്രയും സ്റ്റേബിൾ ആവും. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. 3Dയും 5Dയും ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് വിൽ ഇവൻച്വലി ഹാപ്പൻ. രാധേ രാധേ.